ട്രോള് അല്ലേ? താൽക്കാലം ഒഴിവാക്കിക്ക. എന്തിനാ ഈ റോഡല്ലേ പൊളിഞ്ഞാടി അല്ലേ? അതിനാണ് ആ ട്രോൾ ഒഴിവാക്കിയത്. ഇതില് പതുക്കാ വട്ടത്തിൽ കൂടി പറഞ്ഞാലല്ലേ അവിടെ ആ സംഭവം കേക്കും. പോലെന്നുള്ളതാണോ പറയണത്? പതുക്കെ പറഞ്ഞാ മതി. ഇതിന്റെ റിഫ്ലക്സ് ആയി മറ്റു ചെല്ലാണ് ആ സംഭവം. പറയേ ഞാൻ പറയാം. എന്തെങ്കിലും പറഞ്ഞത്? എന്തെങ്കിലുമല്ലേ പറഞ്ഞേ? നമുക്ക് സ്വകാര്യം പറയാനായി. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇങ്ങോട്ട് കേറുകയാണ്. ഇവിടെ നക്ഷത്ര ബംഗ്ലാവ് പോകുന്നതാണ്. കോഴിക്കോടാണ് സ്ഥലം. അതാ ഇവിടെ കൊറേ മൃഗങ്ങളെ പ്രതിമകളാക്കി. ദിനോസർ ഉണ്ട്, ആമണ്ട്, എന്താ ഇപ്പൊ പൊട്ടാമസ്, ആന, കാട്ടുപോത്ത്, മുതല ഇതൊക്കെ ഉണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ. കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഐസക് ന്യൂട്ടനെയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യണത്. ഐസക് ന്യൂട്ടൻ ആപ്പിൾ എങ്ങനെ ചാടിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആപ്പിൾ മരത്തുമ്മ. എത്ര ടിക്കറ്റ്? 90. വലിയൊരാൾക്ക് 90 എല്ലാം പെടും കേട്ടോ. ഇത് ഫുള്ള് ഉപയോഗിച്ച കുട്ടികൾക്കില്ലേ പാർക്കും കാര്യങ്ങളൊക്കെ? 90 കുട്ടികൾക്ക് കളിച്ച നല്ല പാർക്കുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വെള്ളമാണ്. പിന്നെ കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി. അവിടെ ചെല്ലുമ്പോൾ എന്താ ആകാശത്ത് കാണുന്ന എല്ലാ സംഭവങ്ങളും സ്ക്രീനുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സ്ക്രീന്. അവിടെ ഇരുന്ന് കാണാനുള്ളവർക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ അങ്ങനെ മാറി മാറി വരും. പിന്നെ എന്തിൻ്റെ 3D കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അവിടെ ഫോൺ ഓഫാക്കിയിടണം. ടൈമിൽ നമ്മൾ ഗ്രഹങ്ങൾ ഇതൊക്കെ കാണിച്ചു തരുന്ന ടൈമിൽ നമ്മളത് ഫോൺ ഓഫാക്കിയിടണം. അടിപൊളിയാണ്. എല്ലാവരും പോയി വിസിറ്റ് ചെയ്ത് നോക്കുക. ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് അവിടെ സ്ക്രീനിൽ കാണിച്ചു തന്ന പോലെ ഓരോ ഉപഗ്രഹങ്ങൾ പ്രതിമ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാനും അതിൻ്റെ ചലനങ്ങളും പ്രതിഫലിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണാനുള്ളത് ഇവിടെ. പിന്നെ ഒരു ബിഗ് സ്ക്രീൻ ഉണ്ടാവും, പിന്നെ സ്മോൾ സ്ക്രീനുകൾ, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് സംഭവം ചോദിച്ചാൽ ഭൂമി ചുറ്റൂലേ, അതാണിത്. ഇതതിനെ കാണിച്ചു തരണം. ഈ രാത്രി പകലും മാറി മാറി വരുന്ന സംഭവങ്ങൾ അതിനെക്കുറിച്ച് അവിടെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം. നമ്മളിവിടെ ഫിംഗർ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. രാത്രി പകൽ മാറി മാറി അങ്ങനെ വരും. എന്താ അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ള. അതിൻ്റെ ഉള്ളിൽ കയറാൻ വലിയ എമൗണ്ടൊന്നുമില്ല. 90 രൂപ. കുറേ പാർക്കും കാര്യങ്ങളുണ്ട്. പാർക്കൊന്നും ഞങ്ങൾ എടുത്തില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഇതൊക്കെ ഉണ്ട്. അതിനും ഞങ്ങൾ പോയില്ല. പിന്നെ ഫിഷ് ആളുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി ഫിഷുകളുണ്ട്. അടിപൊളിയാണ്. ഒരു ഇത് തന്നെയാണ് അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ അടുത്ത സെക്ഷനിൽ പോകണം. 3D ഷോകൾ കാണാണ്ട് 2 ഷോ ആണുള്ളത്. അപ്പം അതൊക്കെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറണം. അപ്പം അത് അതിൻ്റെ മുമ്പ് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പുറത്തിറങ്ങിയതാണ്. എന്തായാലും അവിടെ നല്ല രസമുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ പാർക്കും കാര്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ മഴ ആയതുകൊണ്ട് തന്നെ അതൊന്നും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 6 വയസ്സ് മുതൽ തോന്നുന്നുണ്ട് ടിക്കറ്റിനൊന്നും വലിയ പൈസ ഒന്നുമില്ല, 90 രൂപക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക്
അപ്പോൾ ഊനാലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാനല്ലേ വെച്ചപ്പോൾ കുറച്ച് ഊനാലൊക്കെ ആടി അതിന് ഓളാട്ടി കൊടുക്കണം, ഓള് റഹ്മത്താട്ടി കൊടുക്കണം. അപ്പോൾ കുട്ടിയാണത്. ഒക്കെ 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞതിലും ഓളെ ഹസ്ബൻഡ് വന്നപ്പോൾ വയനാട് മൈസൂരൊക്കെ പോയി. ഇക്കുറി ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ കൂടിയിട്ടില്ല. വന്നത് കുട്ടികൾ മദ്രസയിലും സ്കൂളിലൊക്കെ ആയി. മറ്റേത് സ്കൂൾ മദ്രസൊന്നും ചേർത്തുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഏതായാലും ഞങ്ങൾക്ക് സ്കൂൾക്കൊക്കെ പോണ കുട്ടികളായില്ലേ, വലിയ കുട്ടികളായി. ഞാനും സ്കൂൾ കമ്പനിയാണ്, അങ്ങനെ അവിടുന്ന് കമ്പനി ഓടിയതാണ്. അങ്ങനെ പിന്നീട് അതിൻ്റെ ഉള്ളിലൊക്കെ ചായയുടെയൊക്കെ കഴിഞ്ഞ ആളങ്ങനെ കയറി. അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഒക്കെ ഉപഗ്രഹങ്ങൾ പോലുള്ളൊരു സംഭവങ്ങളാണ്. ഇത് പിന്നെ നമ്മൾ മൈസൂരിലൊക്കെ പോയാലേ പാലസ് പോലൊരു ഇതൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിലാണ്, തൊടാനൊന്നും പറ്റില്ല, കയറാനോ ഒന്നും അനുവദനീയമല്ല. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഫോട്ടോ എടുക്കുകയും അവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുത്ത്. പിന്നെ അവിടെ എന്താ വെച്ചാൽ ഒരു കാലിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവുക. ആ കാലിൽ നമ്മൾ ചവിട്ടിയിട്ട് അത് നീങ്ങുമ്പോൾ നമ്മളതേ സെയിം ഇപ്പുറത്തെ കൂടി തന്നെ അവിടെയും വരും. അങ്ങനെ ഒരു ഇതൊക്കെയാണ്. അതൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ എടുക്കുക. ഡെയിലി വന്നു ഡെയിലി പോയി നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങളതിലങ്ങനെ കുറച്ച് നേരം നടന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ നിന്ന് അതിൽ വന്നു വഴി തെറ്റി കണ്ട് 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ച് പിന്നെ ഞങ്ങൾക്ക് പുറത്തേക്കുള്ള എക്സിറ്റ് കിട്ടി. അങ്ങനെ എക്സിറ്റിൽ നിന്ന് വഴിയൊക്കെ കിട്ടി, അതിലങ്ങനെ ഇറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3D ഷോ ഉണ്ട്. അപ്പോൾ അതിന് പോകണമെന്ന് കരുതി പോവുകയാണ്. 3D ഷോനൊക്കെ ഓരോരുത്തർക്ക് ടൈം തരികയാക്കല്ലേ. അപ്പോൾ നമ്മൾ എത്ര മണിക്കാണ് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ടൈം തരാം. ഈ സംഭവം കണ്ടപ്പോൾ എന്തോ ഓർമ്മ വന്നു വെച്ചാൽ നമ്മൾ ചെറിയ കുട്ടികളായപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മണിയാറിൻ്റെ ഒരു ഓർമ്മ വന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഷോക്ക് പോകാനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും കയറി വീണ്ടും അതിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് ഷോ കാണാം. നമ്മൾ ഷോൻ്റെ ടൈം 5 മണിയായിരുന്നു. ആ ടൈം ആവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു. അവിടെ അങ്ങനെ ഒട്ടിച്ച് വെച്ച് ചായ ക്ലാസ് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ചായ എടുക്കണ മാലി അതൊക്കെ നിന്ന് അവിടെ നേരെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ഒട്ടിച്ച ഗ്ലാസും ജഗ്ഗാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3D ഷോ പിന്നെ 3D ഷോ ഒക്കെ കണ്ടിറങ്ങി. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് പോലെ അത് കിണർ മാരിയുണ്ട് മെച്ചി എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം മുക്കണ പോലെ. ഇത് നമ്മൾ ഓരോരോ നേതാക്കന്മാരെ പ്രതിമകളാക്കി വെച്ചിട്ടും അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കി അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. പിന്നെ ഞങ്ങൾ അടുത്ത ഇത് പ്രദർശനങ്ങൾ കാണാൻ പോയി. അടുത്ത ഷോ അതാണ് 3D ഷോ അല്ല, എന്നാലും അങ്ങനെ ഒരു ഷോ. അതിൻ്റെ ഉള്ളിൽ ഫോണും കാര്യമൊന്നും കയറ്റാനോ ഇതാക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവിടെ പോയപ്പോൾ ഒരു പിക്ക് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാടുമ്പോൾ അവർ നമ്മളെ കൂടെ ചാടും, അതാണത്. ഇതിന് ഒരു നിൽക്കാൻ സ്ഥലം നമ്മൾ സ്ട്രൈറ്റ് നിൽക്കുക. അപ്പം അത് നമ്മളെ കൂടെ ചാടും. അതായത് ഓരോരോ ഗ്രഹങ്ങളിലുള്ള ഇതാണ്. നമ്മൾ ചാടുന്ന മാതിരിയല്ല, ഓരോരോ ഗ്രഹങ്ങളിൽ എങ്ങനെയൊക്കെ നമ്മൾ ചെന്നാൽ ചാടിയാലുണ്ടാവില്ലേ ആ ഒരു ഇത് ഹെയറിൽ ആ ഒരു സംഭവമാണ് ഈ കാണിച്ചിരുന്നത്. പക്ഷേ കറക്റ്റ് നോട്ട് ചെയ്ത് കണ്ടിട്ടുള്ളൂ ചെയ്യാൻ പറ്റിയപ്പോഴും അത് റെഡിയാവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലെത്തിയപ്പോൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് കൊത്തു പൊറാട്ടയാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് നേരെ മുട്ടായിത്തെരുവൊക്കെ ബീച്ചിക്കൊക്കെ പോയി. അപ്പോൾ മുട്ടായിത്തെരുവ് ചെന്നപ്പോൾ പിന്നെ ഡ്രസ്സും കുറേ കടകളും അടച്ചു. ഇത്രയും ലേറ്റായി ഞങ്ങൾ എത്തിയപ്പോഴത്തേനും. ബീച്ചിലൊക്കെ പോയിട്ടാണ് എത്തിയത്. നല്ല ലേറ്റായി. പിന്നെ അവിടെ ചെന്ന് മൊബൈലിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ എടുക്കാനും സെൽഫി സ്റ്റിക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്നൊരു വെള്ള ചുരിദാറുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. പിന്നെ അവിടെ അധികം ടൈം നിന്നിട്ടൊന്നുമില്ല. അപ്പോഴത്തേന് 10:30-11 മണി ആയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.